ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഈസി ലേണിംഗ് അക്കൗണ്ടൻസി ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഞാൻ അശോക് കുമാർ. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഇടാൻ ഉദ്ദേശിക്കുന്നത് സബ് ഡിവിഷൻസ് ഓഫ് ജേണൽ. അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡേ ബുക്സായ ക്യാഷ് ബുക്ക് എൻ്റെ കഴിഞ്ഞ വീഡിയോ പൂർണ്ണമായി ഞാൻ ഇട്ടിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഇനി ഉള്ള പ്രധാന ഇതുമായിട്ട് ബന്ധപ്പെട്ട സബ് ഡിവിഷൻസ് ഓഫ് ജേണൽ ഉൾപ്പെടുന്നത് ഒന്ന് പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, ദെൻ പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ ബുക്ക്. മെയിനായിട്ട് ഈ 4 ബുക്കാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പർച്ചേസ് ഡേ ബുക്ക്. പർച്ചേസ് ഡേ ബുക്കിൽ നമ്മൾ മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. പർച്ചേസ് ഡേ ബുക്ക് ആൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് എഴുതുന്ന ബുക്കാണ് പർച്ചേസ് ഡേ ബുക്ക്. അപ്പോൾ ഗുഡ്സ് മാത്രമേ ഇതിനകത്ത് എഴുതാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ആൾസോ ക്രെഡിറ്റ് പർച്ചേസ്. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് എഴുതുന്ന ബുക്കാണ് പർച്ചേസ് ഡേ ബുക്ക്. പിന്നെ ഈ പർച്ചേസ് ഡേ ബുക്കിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് പർച്ചേസ് ഇൻവോയ്സ് ഗിവൺ ബൈ ദ സപ്ലയേഴ്സ്. നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ സപ്ലയർ തരുന്ന ഇൻവോയ്സ് ആണ് പർച്ചേസ് ഡേ ബുക്കിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ അടുത്തത്, നമ്മൾ ഈ പർച്ചേസ് ഡേ ബുക്ക് എഴുതുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മളെപ്പോഴും പർച്ചേസ് ഡേ ബുക്കിൽ എമൗണ്ട് എന്ന് പറയുന്നത് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ട്രേഡ് ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കഴിച്ചതിന് ശേഷമുള്ള നെറ്റ് എമൗണ്ട് എത്രയാണോ സപ്ലൈസിന് കൊടുക്കാനുള്ള അതായിരിക്കും നമ്മളിവിടെ പർച്ചേസ് ഡേ ബുക്കിൽ ഫൈനലായിട്ട് അക്കൗണ്ട് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് വാങ്ങുമ്പോൾ അതിൻ്റെ ടോട്ടൽ എമൗണ്ടും ഡിസ്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് നമുക്ക് പർച്ചേസ് ഡേ ബുക്കിൽ മെൻഷൻ ചെയ്യാം. ബട്ട് ഫൈനൽ എമൗണ്ട്, ആ പാർട്ടിയുടെ നേരെ അക്കൗണ്ടിൽ പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നെറ്റ് എമൗണ്ട് ആയിരിക്കും. ആഫ്റ്റർ ട്രേഡ് ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും എടുക്കുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഈ പർച്ചേസ് ഡേ ബുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് വൺ ഓഫ് ദ സബ് ഡിവിഷൻസ് ഓഫ് ജേണലാണ്. അപ്പോൾ ഈ സബ് ഡിവിഷൻസ് ഓഫ് ജേണൽ ആയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ എല്ലാ ഡബിൾ എൻട്രി ആസ്പെക്റ്റ് കംപ്ലീറ്റ് ആകും. ഇതിൽ നമുക്ക് ലെഡ്ജർ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ട്രയൽ ബാലൻസിനെ ഇത് ബാധിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ബാക്കിയുള്ള എല്ലാം ഒരു മാറ്റവും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പർച്ചേസ് ഡേ ബുക്ക്, ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പർച്ചേസ് ഡേ ബുക്ക് നമ്മൾ എങ്ങനെ ഡേ ബുക്കിൽ എൻട്രി ചെയ്യാം, ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യും, അതുപോലെ ലെഡ്ജർ നമ്മൾ ബാലൻസ് ചെയ്താൽ ഇത് ട്രയൽ ബാലൻസിൽ ഈ ഡേ ബുക്കിൽ കൂടി എഴുതിയാൽ എന്തായിരിക്കും ഇഫക്റ്റ്. അപ്പോൾ ഇത്രയും ഞാൻ ഇതിനകത്തൂടെ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇവിടെയും നമ്മൾ ഡേ ബുക്ക് എഴുതിയാലും നമുക്ക് ട്രയൽ ബാലൻസ് എടുക്കാം എന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ അതും കൂടി ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുണ്ട്, പർച്ചേസ് ഡേ ബുക്ക്. ഇതിനകത്ത് റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ പർച്ചേസ് ഡേ ബുക്ക് ഓഫ് രാജ് ഏജൻസി ഇലക്ട്രിക്കൽ ഷോപ്പാണ്. പോസ്റ്റ് ദം ടു ലെഡ്ജർ അക്കൗണ്ട്. അപ്പോൾ ഒരു ഏപ്രിൽ 1, 2013 റോയി ഇലക്ട്രിക്കൽസിൽ നിന്ന് അവർ കുറച്ച് സാധനം മേടിച്ചു. ഏപ്രിൽ 5 ഇസ്മയിൽ ആൻഡ് സൺസിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. 10 ഓക്സിജൻ ഇലക്ട്രോണിക്സ്, ഇവിടെ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ടും കൂടെ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 25 ലക്ഷ്മി ഇലക്ട്രിക്കൽസ് കുറേ സാധനങ്ങൾ മേടിച്ചു, അവിടെ ട്രേഡ് ഡിസ്കൗണ്ട്. ഓക്കെ, ഇത് നമ്മൾ പർച്ചേസ് ഡേ ബുക്കിൽ എഴുതണം. അപ്പോൾ പർച്ചേസ് ഡേ ബുക്ക് അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിനകത്ത് ഡേറ്റ്, പിന്നെ ഇൻവോയ്സ് നമ്പർ, അവരുടെ പർച്ചേസ് ഇൻവോയ്സ് നമ്പർ ഉണ്ടെങ്കിൽ അത് എഴുതാൻ വേണ്ടിയാണ് ഇൻവോയ്സ് നമ്പർ. ദെൻ പർച്ചേസ് ബുക്കിൽ വരുന്ന സപ്ലയറുടെ പേരും ഡീറ്റെയിൽസ് ആയിരിക്കും. സപ്ലയേഴ്സ് നെയിം, ആ സപ്ലയേഴ്സ് നെയിമിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വാങ്ങുന്ന ഡീറ്റെയിൽസും കൂടി ഈ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ പോയി എഴുതാം. അത്രയേ ഉള്ളൂ. ദെൻ ലെഡ്ജർ ഫോളിയോ, എമൗണ്ട് തൽക്കാലം രണ്ട് ഒരു ഇന്നർ കോളം കൂടെ കൊടുത്തേക്ക്. ഇന്നർ കോളം ഇടുന്ന വേറെ ഒന്നുമല്ല, ഒരു സപ്ലയറിൽ നിന്ന് നമ്മൾ ഒന്നിൽ കൂടുതൽ ഐറ്റം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ വർക്കിംഗ് കാണിക്കാൻ വേണ്ടി ഒരു ഇന്നർ കോളത്തിലുള്ള പ്രൊവിഷൻ കൂടെ കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ടും നമുക്ക് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഫൈനൽ കോളത്തിൽ എഴുതിനേക്കാൾ ഇന്നർ കോളത്തിൽ എഴുതി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി നമുക്ക് പ്രസൻറ്റേഷൻ ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്ത് പ്രിപ്പയർ പർച്ചേസ് ഡേ ബുക്കാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫോർമാറ്റ് ആദ്യം റെഡിയാക്കുക. ഫോർമാറ്റിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, സപ്ലൈസിന്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെയും നമ്മൾ ജേണൽ എഴുതുന്ന പോലെ തന്നെ എന്നാണോ ട്രാൻസാക്ഷൻ നടന്നത് ആ ഡേറ്റ് നമ്മൾ ഡേറ്റ് കോളത്തിൽ എഴുതുക. അപ്പോൾ 1 ഏപ്രിൽ, എന്നിട്ട് നമ്മൾ ഏത് പാർട്ടി സപ്ലയർ ആരാണോ അവരുടെ പേര് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക. പ്രധാനമായിട്ട് സപ്ലയറുടെ പേര്. ഇപ്പോൾ റോയ് ഇലക്ട്രിക്കൽസ് അല്ലേ, റോയ് ഇലക്ട്രിക്കൽസ് നമ്മളെ പേര് മെയിനായിട്ട് എഴുതുക. എന്നിട്ട് അയാളുടെ എന്തൊക്കെ സാധനം മേടിച്ചു. ഇവിടെ 10 കെയ്ത്താൻ പെൻ,
10 കെയ്ത്താൻ പാൻ നമ്മൾ മേടിച്ചിട്ടുണ്ട്. 10 കെയ്ത്താൻ പാൻ നമ്മൾ കോസ്റ്റിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 1,250. അപ്പോൾ 1,250 വെച്ചിട്ട് 10 ഫാൻ മേടിച്ചു, 12,500. 40 ട്യൂബ് ലൈറ്റ് മേടിച്ചു. അപ്പോൾ ടോട്ടൽ 18,500. ക്ലിയർ ആയല്ലോ. അതുപോലെ നെക്സ്റ്റ് പർച്ചേസ് നമ്മൾ മേടിച്ചേക്കുന്നത് 5th ഏപ്രിൽ ഇസ്മയിൽ സൺസിൽ നിന്ന് 20 ഫിലിപ്സും ബജാജ് ഹീറ്റേഴ്സ് ഒക്കെ മേടിച്ചു. അപ്പോൾ അതുപോലെ 5th ഏപ്രിൽ നമ്മൾ അടുത്ത ഇസ്മയിൽ ആൻഡ് സൺസ്, അടുത്ത ആളുടെ പേര് ഹെഡിങ് ആയിട്ട് എഴുതുക. അതിൽ നിന്ന് എന്തൊക്കെ മേടിച്ചു? 20 ഫിലിപ്സ് ഇലക്ട്രിക് അയൺ, ഓക്കെ, 30 ബജാജ് ഹീറ്റേഴ്സ്, രണ്ടും കൂടെ കൂട്ടി 46,000. അതുപോലെ 10th ഏപ്രിൽ എന്താ സംഭവിച്ചേക്കുന്നവന് ഓക്സിജൻ്റെ നിന്ന് മേടിച്ചു, 2 ഐറ്റം മേടിച്ചു. അവിടെ ഇവർക്ക് ട്രേഡ് ഡിസ്കൗണ്ട് ഓഫർ ചെയ്തിട്ടുണ്ട്, അവർ 10% ട്രേഡ് ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സെയിം കേസ് ഓക്സിജൻ ഇലക്ട്രോണിക്സ്, ഓക്സിജൻ നമ്മൾ ഹെഡിങ് കൊടുക്കുക, ഓക്സിജൻ. ഓക്കെ, ആ ഹെഡിങ് അതുപോലെ ആഡ് ചെയ്യണം, സപ്ലയറുടെ പേര് എഴുതുക, എന്തൊക്കെ സാധനം മേടിച്ചു. 10 ടേബിൾ ഫാൻ 1,650, അപ്പോൾ 16,500. 50 ഇലക്ട്രിക് കെറ്റിൽസ്, അപ്പോൾ 6,000. ടോട്ടൽ 22,500 ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 10%. അപ്പോൾ നമ്മൾ എത്രയാണോ ടോട്ടൽ പർച്ചേസ് വന്ന് അതിൻ്റെ 10% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ 2250, അപ്പോൾ 2250. അപ്പോൾ നെറ്റ് എമൗണ്ട് ആയിരിക്കും ഔട്ടർ കോളത്തിൽ എഴുതുക. ഈ എമൗണ്ട് ആയിരിക്കും ആക്ച്വലി നമ്മുടെ സപ്ലയറിൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇയാളുടെ നിന്ന് നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഓൺലി 2250. ഓക്കെ, അതുപോലെ ഈ 25th ലക്ഷ്മി ഇലക്ട്രിക്കൽസിൽ നിന്ന് മേടിച്ചപ്പോഴും അവിടെ അവർ ട്രേഡ് ഡിസ്കൗണ്ട് 10% പറയുന്നുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ ആദ്യം ലക്ഷ്മി ഇലക്ട്രിക്കൽസ് പേരെഴുതുക, ലക്ഷ്മി ഇലക്ട്രിക്കൽസ് എൻ്റെ ഹെഡിങ് എഴുതിയിട്ട് നമ്മൾ അതിനകത്ത് 2 ഐറ്റം മേടിച്ചു. 25 × 300 അല്ലേ, 7,500. 50 ഇലക്ട്രിക് ടോട്ടൽ 37,500 സാധനം വെച്ചു. അവിടെ ട്രേഡ് ഡിസ്കൗണ്ട് 10%. ഇപ്പോൾ നമ്മൾ കുറച്ചിട്ട് എഴുതുക. എന്നിട്ട് നമ്മൾ ഈ ടോട്ടൽ കൂട്ടി എഴുതുക. ദിസ് ഈസ് ദ, ഇപ്പോൾ നമ്മൾ ഏപ്രിലെ ടോട്ടൽ പർച്ചേസ് 1,18,500 ടോട്ടൽ പർച്ചേസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പർച്ചേസ് ഡേ ബുക്ക് എഴുതുന്ന കാര്യം. അപ്പോൾ പർച്ചേസ് ഡേ ബുക്ക് നമ്മൾ മറ്റ് ജേണൽ എഴുതുമ്പോഴോ ലെഡ്ജർ പോസ്റ്റിംഗ് ചെയ്യുന്ന കണക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ മെയിനായിട്ട് ആരുടെ നിന്ന് സാധനം മേടിക്കുന്നു അവരുടെ പേര് എഴുതിയിട്ട് നമുക്ക് എമൗണ്ട് എഴുതാം. വേറെ ഇപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് വേറെ ഡിസ്ക്രിപ്ഷനൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പാർട്ടിയുടെ പേര് എഴുതി നേരിട്ട് എമൗണ്ട് കോളത്തിൽ എമൗണ്ട് എഴുതിയാൽ മതി. പക്ഷേ നമുക്ക് ഐറ്റം ഡീറ്റെയിൽസ്, ഇപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റിനകത്ത് നമ്മൾ ഒരു ഐറ്റം വാങ്ങിയ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇന്നർ കോളത്തിൽ എഴുതുക. അതുപോലെ ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഇന്നർ കോളത്തിൽ എഴുതി കൂട്ടി കുറയ്ക്കുക. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്ത ലെഡ്ജർ ലെഡ്ജറിലോട്ട് ഇതെങ്ങനെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട ലെഡ്ജർ വരയ്ക്കുമ്പം ഇൻ പർച്ചേസ് ലെഡ്ജർ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പറയാം ബോട്ട് ലെഡ്ജർ. ഇൻ പർച്ചേസ് ലെഡ്ജർ അല്ലെങ്കിൽ ബോട്ട് ലെഡ്ജർ എന്നുള്ള ഹെഡിങ് എഴുതിയിട്ട് ആരുടെ എന്നൊക്കെ സാധനം മേടിച്ച് അവരുടെ എല്ലാം ലെഡ്ജർ അക്കൗണ്ട്സ് വരയ്ക്കുക. ഇവിടെ നമ്മൾ റോയി ഇലക്ട്രിക്കൽസ്, ഇസ്മയിൽ ആൻഡ് സൺസ്, ഓക്സിജൻ, ലക്ഷ്മി ഇലക്ട്രിക്കൽ, ഈ 4 പേരുടെയും ലെഡ്ജർ ഫോളിയോ വരയ്ക്കണം. ലെഡ്ജർ ഫോളിയോ നമ്മൾ നേരത്തെ വരച്ച ഫോർമാറ്റ് തന്നെ, വേറെ ഒന്നുമില്ല, 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഡെബിറ്റും ക്രെഡിറ്റും. ഡെബിറ്റിൽ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട് സെയിം തന്നെ ക്രെഡിറ്റിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ പർച്ചേസ് ലെഡ്ജർ അല്ലെങ്കിൽ ബോട്ട് ലെഡ്ജർ എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ട് നമ്മൾ ഈ പാർട്ടീസിൻ്റെ അക്കൗണ്ട് എല്ലാം വരയ്ക്കുക. റോയ് ഇലക്ട്രോണിക്സ്, ഇസ്മയിൽ, ഓക്സിജൻ, ലക്ഷ്മി ഇലക്ട്രിക്കൽ ആരൊക്കെ മേടിച്ചിട്ടുണ്ട് അവരുടെ അക്കൗണ്ട് എല്ലാം നമ്മൾ ഓപ്പൺ ചെയ്യണം. ആദ്യം റോയ് ഇലക്ട്രോണിക്സ്, അതുപോലെ ഇസ്മയിൽ ആൻഡ് സൺസ്, ഓക്സിജൻ, അതുപോലെ ലക്ഷ്മി ഇലക്ട്രിക്കൽസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോസ്റ്റ് ഇനി ഇൻ ജനറൽ ലെഡ്ജർ എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ട് ഇൻ ജനറൽ ലെഡ്ജർ എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ട് പർച്ചേസ് അക്കൗണ്ട് വരയ്ക്കണം. ക്ലിയർ ആയോ? അപ്പോൾ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുന്ന കാര്യം മനസ്സിലായില്ല. ഇൻ പർച്ചേസ് ലെഡ്ജർ അല്ലെങ്കിൽ ബോട്ട് ലെഡ്ജറിൽ നമ്മൾ പാർട്ടീസിൻ്റെ എല്ലാ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കണം. ആരൊക്കെയാണോ സപ്ലൈസ് ഇതിൽ വന്നിട്ടുണ്ട് അവരുടെ അക്കൗണ്ട് വരയ്ക്കുക. ദെൻ ഇൻ ജനറൽ ലെഡ്ജർ എന്നുള്ള ഹെഡിങ് എഴുതിയിട്ട് പർച്ചേസ് അക്കൗണ്ട് വരയ്ക്കുക. ക്ലിയർ ആയല്ലോ? ഇനി നമ്മുടെ പോസ്റ്റിംഗ് എങ്ങനെയാണെന്ന് പരിശോധിക്കുക. പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് ഇതിനകത്ത് വേറെ കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ആദ്യം ക്രെഡിറ്റ് പർച്ചേസ്, വാട്ട് ഈസ് ദ ജേർണൽ എൻട്രി? ഇപ്പോൾ പർച്ചേസ് ഗുഡ്സ് ഫ്രം റോയ് ഇലക്ട്രിക്കൽസ്, നമ്മൾ റോയ് ഇലക്ട്രിക്കൽസിൻ്റെ സാധനം മേടിച്ചു. ദിസ് ഈസ് നമുക്കറിയാം, പേര് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ ജേർണൽ എന്തായിരിക്കും? നമ്മൾ ഗുഡ്സ് മേടിച്ചു. അപ്പോൾ നമ്മൾ ഏത് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുക? ഗുഡ്സിന് പകരം പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു റോയ് ഇലക്ട്രിക്കൽസ്. ഇതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ജേർണൽ എഴുതുകയാണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു റോയ് ഇലക്ട്രിക്കൽസ്. അപ്പോൾ നമ്മൾ റോയ് ഇലക്ട്രിക്കൽസിൻ്റെ എവിടെ പോസ്റ്റ് ചെയ്യും?
അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ടു റോയെ ക്രെഡിറ്റ് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ റോയ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബൈ പർച്ചേസ്. അത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ജേണൽ എൻട്രി ആലോചിച്ച് ഇത് എവിടെ പോകും നോക്കുക. ആ സെയിം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ റെപ്പറ്റേറ്റീവ് ഇൻ നേച്ചർ, ഒരേ ട്രാൻസാക്ഷൻ ഒരുപോലെ വരുമ്പോഴാണ് നമ്മൾ ഡേ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മളെ വർക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വർക്ക് ബർഡൻ കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കി അതുപോലെ എല്ലാത്തിലും വരും. ഓക്കെ. അപ്പോൾ ഏതെങ്കിലും നമ്മളൊരു പാർട്ടിയുടെ അക്കൗണ്ടിലെങ്കിൽ എല്ലാവരുടെയും ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പോൾ നമുക്ക് ജേണൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തൽക്കാലം നമ്മളൊരു ജേണൽ മനസ്സിൽ ആലോചിച്ചതേ ഉള്ളൂ. പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു റോയ് ഇലക്ട്രോണിക്സ്. അപ്പോൾ റോയ് ഇലക്ട്രോണിക്സിൻ്റെ എവിടെ പോസ്റ്റ് ചെയ്യും? ക്രെഡിറ്റ് സൈഡിൽ ബൈ പർച്ചേസ്. അത് എല്ലാവരുടെ അക്കൗണ്ടിലും അതുപോലെ എഴുതുക. അപ്പോൾ നമ്മൾ വരച്ച പർച്ചേസ് ഡേ ബുക്ക് നോക്കിയിട്ട് വേണം ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ആദ്യം റോയ് ഇലക്ട്രിക്കൽസ് എൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 18,500. അപ്പോൾ റോയ് ഇലക്ട്രിക്കലിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പർച്ചേസ് ഉണ്ടോ 18,500. അതുപോലെ അടുത്ത ഇസ്മേൽ, അവിടെയും ബൈ പർച്ചേസ് 46,000. അതാത് നേരെ ഓരോരുത്തരുടെയും ഫിഗറിന് നേരെ ഔട്ടർ ക്വാളിറ്റി വന്ന ഫിഗർ അതാത് പാർട്ടിയുടെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പർച്ചേസ് എല്ലാവരിലും പോസ്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വേറെ പോസ്റ്റിംഗ് ഒന്നുമില്ല. ബൈ പർച്ചേസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഇനി പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ സെപ്പറേറ്റ് എൻട്രി എഴുതേണ്ട ആവശ്യമില്ല. പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ടോട്ടൽ 1,18,500 ആണ് ടോട്ടൽ വരുന്ന പർച്ചേസ്. ഈ ടോട്ടൽ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ്, നമുക്കറിയാമല്ലോ ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു പാർട്ടീസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പാർട്ടീസ് ഓരോരുത്തരും എഴുതേണ്ട കാര്യമില്ല. ബിക്കോസ് നമ്മൾ പർച്ചേസ് ഡേ ബുക്ക് വെരി ക്ലിയർ. ആരുടെ നിന്നൊക്കെ സാധനം മേടിച്ചു എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട്. ചിലപ്പോൾ പർച്ചേസിൽ നമ്മൾ കൂടുതൽ വീണ്ടും റെപ്പിറ്റീഷൻ്റെ വർക്കിൻ്റെ ആവശ്യമില്ല. പർച്ചേസിൽ നമുക്ക് ടോട്ടൽ പർച്ചേസ് എത്രയെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ ടു സൺട്രീസ് എന്ന് എഴുതിയിട്ട് ടോട്ടൽ എമൗണ്ട് പോസ്റ്റ് ചെയ്യും. ക്ലിയർ ആയോ? പർച്ചേസ് ലെജർ ടു സൺട്രീസ് 1,18,500. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പർച്ചേസ് ഡേ ബുക്ക് എഴുതി. അപ്പോൾ നമ്മൾ നോക്കിയാൽ സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞു സബ് ഡിവിഷനിൽ സി കൂടെ പോയാലും നമ്മുടെ ട്രയൽ ബാലൻസ് ടാലി ആവും. അതിനകത്തൊന്നും ഒരു പ്രശ്നവും വേണ്ട. അത് നമുക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ ബാലൻസ് ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലായി ഇവിടെ എല്ലാവരുടെ അക്കൗണ്ടിലും ബൈ പർച്ചേസ് ആണ്. അപ്പോൾ ടോട്ടൽ 18,500 ക്യാരി ഡൗൺ ബ്രോട്ട് ഡൗൺ. എല്ലാവരുടെ അക്കൗണ്ടിലും ക്രെഡിറ്റ് ബാലൻസ് തന്നെ വരും. റോയ് ഇലക്ട്രിക്കൽ ക്രെഡിറ്റ് ബാലൻസ്, ഇസ്മേൽ ക്രെഡിറ്റ് ബാലൻസ്, ഓക്സിജൻ ക്രെഡിറ്റ് ബാലൻസ്, ലക്ഷ്മി ഇലക്ട്രിക്കൽ ക്രെഡിറ്റ് ബാലൻസ്. പർച്ചേസിൽ ടോട്ടൽ ഡെബിറ്റ് ബാലൻസ്. ഓക്കെ. അപ്പോൾ നമ്മൾ സപ്പോസ് ട്രയൽ ബാലൻസ് എഴുതിയാലും സീസ് ടാലിയുടെ അല്ലേ ട്രയൽ ബാലൻസ് അവരുടെ എല്ലാം ക്രെഡിറ്റ് ബാലൻസ് പർച്ചേസ് ഡെബിറ്റ് ബാലൻസ് ഇസ് ഓക്കെ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ പർച്ചേസ് ഡേ ബുക്ക്. അപ്പോൾ നമ്മൾ പർച്ചേസ് ഡേ ബുക്ക് എഴുതുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ് എഴുതുന്ന ബുക്കാണ് പർച്ചേസ് ഡേ ബുക്ക്. പിന്നെ +1 സ്റ്റുഡൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പർച്ചേസ് ഡേ ബുക്കിൻ്റെ ക്വസ്റ്റ്യനകത്ത് ചില സമയം നമുക്ക് ക്യാഷ് പർച്ചേസിൻ്റെ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പർച്ചേസ് ഡേ ബുക്ക് എഴുതുമ്പോൾ അതിനകത്ത് എടുക്കാൻ പാടില്ല. നമ്മൾ പർച്ചേസ് ഡേ ബുക്കിനകത്ത് ക്രെഡിറ്റ് പർച്ചേസ് മാത്രമേ എഴുതാവൂ. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി അടുത്തത് നമുക്ക് സെയിൽസ് ഡേ ബുക്ക്. സെയിൽസ് ഡേ ബുക്ക് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. ആൾ ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് ആർ എൻറ്റേർഡ് ഇൻ സെയിൽസ് ഡേ ബുക്ക്. അവിടെ ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് എഴുതുന്ന ബുക്കാണ് സെയിൽസ് ഡേ ബുക്ക്. ഇവിടെയും നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് സെയിൽസ് ഇൻവോയ്സ്. നമ്മൾ കസ്റ്റമേഴ്സിന് റൈസ് ചെയ്യുന്ന സെയിൽസ് ഇൻവോയ്സിൽ നിന്നാണ് നമ്മൾ സെയിൽസ് ഡേ ബുക്ക് തയ്യാറാക്കുന്നത്. ദെൻ ഇനി എമൗണ്ടിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കസ്റ്റമേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നെറ്റ് എമൗണ്ട് ആണ്. ഇഫ് ദർ ഈസ് എനി ട്രേഡ് ഡിസ്കൗണ്ട് വല്ലതും നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം കുറച്ചിട്ടുള്ള നെറ്റ് എമൗണ്ട് ആയിരിക്കും നമ്മളെ കസ്റ്റമേഴ്സ് അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യുന്നത്. ഈ 3 കാര്യം നമ്മൾ പർച്ചേസ് ഡേ ബുക്ക് സെയിൽസ് ഡേ ബുക്കിലും ഒക്കെ സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ സെയിൽസ് ഡേ ബുക്ക് യൂസ് ടു റെക്കോർഡ് ആൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് മാത്രം. അസറ്റ് വാങ്ങിയാൽ ഒരു കാരണവശാലും നമ്മൾ ഈ സെയിൽസ് ഡേ ബുക്കിലോ അസറ്റ് വാങ്ങിയാൽ അതുപോലെ അസറ്റ് വിറ്റാലും ഒന്നും സെയിൽസ് ഡേ ബുക്കിനകത്ത് എഴുതാൻ പാടില്ല. പർച്ചേസ് ബുക്ക് ഇപ്പോൾ നമ്മൾ അസറ്റ് വാങ്ങുമ്പോൾ പർച്ചേസ് ഡേ ബുക്ക് എഴുതില്ല. അതുപോലെ അസറ്റ് വിറ്റാലും സെയിൽസ് ഡേ ബുക്കിൽ എഴുതില്ല. ക്ലിയർ ആയാലും? ഒരു അസറ്റ് വിൽക്കുകയാണെങ്കിൽ അസറ്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അത് എഴുതാത്തതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ സെയിൽസ് ഡേ ബുക്ക് അല്ലെങ്കിൽ പർച്ചേസ് ഡേ ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ നമ്മൾ പോസ്റ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ പർച്ചേസ് ബുക്കിനകത്ത് സപ്പോസ് ഒരു അസറ്റിൻ്റെ ബില്ല് റോങ് ആയിട്ട് എൻട്രി ചെയ്താലും ഇവിടെ നമ്മൾ ടോട്ടൽ ഡെബിറ്റ് ചെയ്യുമ്പോൾ പർച്ചേസിലായിരിക്കും ഡെബിറ്റ് പോവുക. അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾ പറയുന്നത് only ഗുഡ്സ് മാത്രമേ നമ്മൾ പർച്ചേസ് ഡേ ബുക്കിനകത്ത് എഴുതാം. അപ്പോൾ സെയിൽസിലും സെയിം കേസ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെയും ഒരു ക്വസ്റ്റ്യൻ ഞാൻ എക്സാമ്പിൾ ഇട്ടിട്ടുണ്ട്. റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ.
ഇൻ സെയിൽസ് ഡേ ബുക്ക് ഓഫ് ആനന്ദ് ഇലക്ട്രോണിക്സ്. അവിടെ തന്നെ സോൾഡ് ഗുഡ്സ് റോയ് ഇലക്ട്രിക്കൽസിന് വിറ്റു, കെയ്ത്ത് ആൻഡ് ഫാൻ വിറ്റു, സീലിംഗ് ഫാൻ എല്ലാം വിറ്റിട്ടുണ്ട്. അതുപോലെ മോഹൻ ഇലക്ട്രിക്കൽസിന് വിറ്റു, സോൾഡ് ഗുഡ്സ് ടു ശ്രീറാം, സോൾഡ് ഗുഡ്സ് ടു ആർ&സൺ. ഇങ്ങനെ 4 പാർട്ടിക്ക് നമ്മൾ സാധനം വിറ്റിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് 2 പേർക്ക് ട്രേഡ് ഡിസ്കൗണ്ട്, ആദ്യത്തെ ട്രേഡ് ഡിസ്കൗണ്ട് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സെയിം തന്നെ നേരത്തെ കണക്കാണ്. അപ്പോൾ ഇവിടെയും ഫോർമാറ്റ് വേറെ ചേഞ്ച് ഒന്നുമില്ല. ഇവിടെ നമ്മൾ ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, പിന്നെ സപ്ലയർ മാറി കസ്റ്റമർ ആവും അല്ലേ. നമ്മൾ സാധനം വിൽക്കുമ്പോൾ നമ്മുടെ കസ്റ്റമറാണ്, വാങ്ങുമ്പോൾ സപ്ലയറാണ്. പർട്ടിക്കുലേഴ്സ് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ സപ്ലയറോ കസ്റ്റമറോ ഹൈലൈറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ സപ്ലയറുടെ കോളം അല്ലെങ്കിൽ കസ്റ്റമറുടെ കോളത്തിൽ നമ്മൾ ആ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഈ ബ്രേക്കപ്പ് കൂടെ എഴുതുന്നുള്ളൂ. അവർ എന്തൊക്കെ സാധനം വാങ്ങി ഐറ്റം കൂടെ വേണമെങ്കിൽ നമുക്ക് ആ കോളത്തിൽ തന്നെ എഴുതാം. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫോർമാറ്റ് നോക്കാം. ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, കസ്റ്റമേഴ്സ് നെയിം, ലെഡ്ജർ ഫോളി, എമൗണ്ട്. എമൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഒന്നിൽ കൂടുതൽ ഐറ്റം ഒരാളെ നിന്ന് വാങ്ങിക്കുകയാണ്, വർക്കിങ്ങിന് വേണ്ടി ഒരു ഇന്നർ കാർഡിൻ്റെ പ്രൊവിഷൻ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലും സെയിം. ഇപ്പോൾ റോയ് ഇലക്ട്രിക്കൽസിൽ നിന്ന് കെയ്ത്ത് ആൻഡ് ഫാന് 2 ഐറ്റം മേടിച്ചു. ഓക്കെ, ഏപ്രിൽ 1 റോയ് ഇലക്ട്രിക്കൽസിൽ നിന്ന് 2 ഐറ്റം. നമ്മൾ 2 ഐറ്റം ഇതുപോലെ എഴുതുക. റോയ് ഇലക്ട്രിക്കൽസ് നമ്മൾ ആ പേര് ആരുടെ നിന്ന് മേടിച്ചു അത് ഹൈലൈറ്റ് ചെയ്യുക. ആരുടെ നിന്ന് സാധനം മേടിച്ചു, എന്തൊക്കെ ഐറ്റം വാങ്ങിച്ചു, കൂട്ടി ടോട്ടൽ എഴുതുക. അതുപോലെ അടുത്ത രണ്ടാമത്തെ ഏപ്രിൽ 5 മോഹൻ ഇലക്ട്രിക്കൽസിൻ്റെ സാധനം വാങ്ങിച്ചു. അതുപോലെ അതും നമ്മൾ എഴുതുക മോഹൻ ഇലക്ട്രിക്കൽസ്. ഓക്കെ, മോഹൻ ഇലക്ട്രിക്കൽസ്, അതും എന്തൊക്കെ സാധനം മേടിച്ചു കൂട്ടി എഴുതുക. ഇനി അടുത്തത് ശ്രീറാം ഇലക്ട്രിക്കൽസിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നമുള്ളത്, അവർ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് കൂടെ ഓഫർ ചെയ്തിട്ടുണ്ട്, 10% ട്രേഡ് ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പോൾ ആ ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ ഇതുപോലെ തന്നെ ശ്രീറാം ഇലക്ട്രിക്കൽസ് നമ്മൾ എന്തൊക്കെ സാധനം മേടിച്ചു. ഓക്കെ, അതിൽ ഇപ്പോൾ ട്യൂബ് മേടിച്ചു, ഇലക്ട്രിക് കിറ്റൽസ് ടോട്ടൽ 46,050 മേടിച്ചു. 10% ട്രേഡ് ഡിസ്കൗണ്ട് 4605 കുറയ്ക്കുക, 41,445. അതുപോലെ ആർ&സൺസിൻ്റെ നമ്മൾ മേടിച്ചു, ആർ&സൺസ് അതും സെയിം കേസിന് എന്തൊക്കെ സാധനം മേടിച്ചു എന്നെ കുളത്തി എഴുതി ടോട്ടൽ അതിൽ നിന്ന് ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 10% കുറയ്ക്കുക. ക്ലിയർ ആയോ? എന്നിട്ട് നമുക്ക് ടോട്ടൽ ചെയ്യാം. എന്നിട്ട് ഇവിടെയും നമ്മൾ ലെഡ്ജർ എഴുതുമ്പോൾ ഇൻ സെയിൽസ് ലെഡ്ജർ എന്നുള്ള ഹെഡിങ് എഴുതിയിട്ട് ആരൊക്കെയാണോ കസ്റ്റമേഴ്സ് അവരെല്ലാം ലെഡ്ജർ വരയ്ക്കണം. ഇവിടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ 4 പേരുണ്ട്. ആ 4 പേര് ലെഡ്ജർ വരയ്ക്കണം. ഓക്കെ, റോയ്, മോഹൻ ഇലക്ട്രിക്കൽ, ശ്രീറാം, ആർ&സൺസ്. അപ്പോൾ നമ്മൾ ഇൻ സെയിൽസ് ലെഡ്ജർ ഹെഡിങ് എഴുതിയിട്ട് റോയ് ഇലക്ട്രിക്കൽസ്, അതുപോലെ മോഹൻ ഇലക്ട്രിക്കൽസ്, ശ്രീറാം ഇലക്ട്രിക്കൽസ്, ആർ&സൺസ് ഇൻ. പിന്നെ ഇൻ ജനറൽ ലെഡ്ജർ കൊടുത്തിട്ട് സെയിൽസ് അക്കൗണ്ട്. നമ്മൾ രണ്ടിലും പർച്ചേസ് ഡേ ബുക്കിലും സെയിൽസ് ഡേ ബുക്ക് ആയിരുന്നാലും നമ്മൾ ഇൻ ജനറൽ ലെഡ്ജറിലാണ് പർച്ചേസ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും ഒക്കെ വരയ്ക്കുന്നത്. പിന്നെ സപ്ലൈസിൻ്റെത് ഇൻ ബോർഡ് ലെഡ്ജറിനകത്തും, കസ്റ്റമേഴ്സ് എല്ലാം ഇൻ സെയിൽസ്. ഇപ്പോൾ വലിയ ഓർഗനൈസേഷനിലൊക്കെ ഇപ്പോൾ ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഒക്കെ നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടെ മിസ്സായി കിടന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊക്കെ പ്രത്യേകം ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഹെഡിങ് ഇൻ സെയിൽസ് ലെഡ്ജർ, ഇൻ ബോർഡ് ലെഡ്ജർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഇൻ സെയിൽസ് ലെഡ്ജർ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ അക്കൗണ്ട് വരയ്ക്കുക. ഇൻ ജനറൽ ലെഡ്ജർ നമ്മൾ സെയിൽസ് അക്കൗണ്ട്. എന്നിട്ട് ഇവിടെയും നമ്മൾ പോസ്റ്റിങ്ങിനെ സംബന്ധിച്ച് വേറെ ടെൻഷൻ പിടിക്കേണ്ട കാര്യമില്ല. നമ്മൾ സിമ്പിളായിട്ട് ജേണൽ എൻട്രി ആലോചിക്കുക. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീഡിയോ ആദ്യം തൊട്ട് കണ്ടവർക്ക് ജേണൽ എൻട്രി എഴുതുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് വരില്ല. കാരണം അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അതിനകത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജേണൽ ആലോചിച്ചിട്ട് നമ്മൾ പോസ്റ്റിംഗ്, ഈ അക്കൗണ്ടിൽ എങ്ങനെ പോസ്റ്റിംഗ് വരും എന്നാൽ ഒരു എൻട്രി ജസ്റ്റ് ആലോചിച്ചാൽ നമുക്ക് ഇവിടെയും കൺഫ്യൂഷനൊന്നും വരില്ല. അപ്പോൾ ഇവിടെ നമുക്കറിയാം ക്രെഡിറ്റ് സെയിൽസ് അല്ലേ. ക്രെഡിറ്റ് സെയിൽസിൻ്റെ എൻട്രി എന്ന് പറയുന്നത് സോൾഡ് ഗുഡ്സ് ടു റോയ് ഇലക്ട്രിക്കൽസ്. അപ്പോൾ സോൾഡ് ഗുഡ്സ് ഗോസ് ഔട്ട് ക്രെഡിറ്റ്. റോയ് ഇലക്ട്രിക്കൽ പേഴ്സണൽ റിസീവർ. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ റോയ് ഇലക്ട്രിക്കൽസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ റോയ് ഇലക്ട്രിക്കൽസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്, ടു സെയിൽസ്. ക്ലിയർ ആയല്ലോ? റോയ് ഇലക്ട്രിക്കൽസിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു സെയിൽസ്. അപ്പോൾ എല്ലാവരുടെയും ഡെബിറ്റ് സൈഡിൽ ടു സെയിൽസ് എഴുതി പോവുക. ഇതാണ് നമ്മൾ ഡേ ബുക്കൊക്കെ എഴുതുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് തെറ്റാനുള്ള സാധ്യത, മറ്റേ ഓരോ ജേണൽ എഴുതി പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് മിസ്റ്റേക്ക് ഒക്കെ വരാനുള്ള സാധ്യത കുറയും. ഇതെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരേ നാച്ചുറൽ ട്രാൻസാക്ഷൻ ഡേ ബുക്കിൽ എഴുതുന്നു, ഒരു പ്രശ്നമില്ല, മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കുറയും. അതുപോലെ ഇവിടെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ പർച്ചേസ് ഡേ ബുക്കിൽ നിന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ പാർട്ടിയുടെ അക്കൗണ്ടിൽ എല്ലാം ബൈ പർച്ചേസ് എഴുതി പോകും അല്ലേ. അതുപോലെ ഇപ്പോൾ സെയിൽസ് ഡേ ബുക്ക് എഴുതുമ്പോൾ പാർട്ടിയുടെ അക്കൗണ്ടിൽ എല്ലാം ഡെബിറ്റ് സൈഡിൽ ടു സെയിൽസ്. അപ്പോൾ നമുക്ക് തെറ്റാനുള്ള സാധ്യത കുറയും, കുറേ കൂടി വർക്ക് എളുപ്പമാണ്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. ഒരു ജേണൽ എഴുതി എല്ലാം ചുരുക്കി എഴുതുന്നതിനേക്കാളും സെയിൽസ് ഡേ ബുക്ക് എടുത്ത് നോക്കിയാൽ സെയിൽസിൻ്റെ ആരുടെ നിന്നൊക്കെ മേടിച്ചു എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അതുപോലെ പർച്ചേസ് ഡേ ബുക്ക് എടുത്താൽ അത് കിട്ടും. അതാണ് ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ സെയിൽസ് ലെഡ്ജർ എല്ലാവരുടെ അക്കൗണ്ടിലും ടു സെയിൽസ് എന്ന് പറഞ്ഞ് എഴുതി പോകും. ഓക്കെ, നമുക്ക് നോക്കാം. സെയിൽസ് ഡേ ബുക്കിൽ എഴുതി റോയ് അക്കൗണ്ട് ടു സെയിൽസ്. ആ ടോട്ടൽ നമ്മൾ അതാത് നേരെ ഓരോരുത്തരുടെയും നേരെയുള്ള ഫിഗർ. റോയ് ഇലക്ട്രിക്കലിൽ ഡെബിറ്റ് സൈഡിൽ ടു സെയിൽസ് 32,500. മോഹൻ ഇലക്ട്രിക്കലിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു സെയിൽസ്. അതുപോലെ ശ്രീറാം R&Sons ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞു ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും അവരുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത്. എല്ലാവരുടെ അക്കൗണ്ടിലും ഡെബിറ്റ് സൈഡിൽ എഴുതുക ടു സെയിൽസ്. ക്ലിയർ ആയല്ലോ. എന്നിട്ട് ഇൻ സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യുക. നമുക്കറിയാമല്ലോ ക്രെഡിറ്റ് സെയിൽസിന്റെ എൻട്രി പാർട്ടി അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് ബൈ കസ്റ്റമേഴ്സ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ബൈ കസ്റ്റമർ എന്ന് പറഞ്ഞ് ഓരോ ഇൻഡിവിജ്വൽ പോസ്റ്റിംഗ് ഒന്നും വേണ്ട, നമ്മൾ ഒറ്റയടിക്ക് ടോട്ടൽ ആ സെയിൽസ് ഡേ ബുക്കിന്റെ ടോട്ടൽ എടുത്ത് ബൈ സൺട്രീസ് ഒറ്റ പോസ്റ്റിംഗ്. ക്ലിയർ ആയല്ലോ. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ലെഡ്ജർ എല്ലാം ബാലൻസ് ചെയ്യുക. അപ്പോൾ ഇവരുടെ അക്കൗണ്ടിലെല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ് അല്ലേ, എല്ലാവരുടെ അക്കൗണ്ടിലും ഡെബിറ്റ് ബാലൻസ് ആണ്. സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ്. നമ്മൾ ട്രയൽ ബാലൻസ് എഴുതിയാലും രണ്ട് സൈഡ് ടാലി ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്. ഇത് വളരെ എളുപ്പമുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ ജേണൽ, ലെഡ്ജർ, അതുപോലെ നമ്മൾ പഠിച്ച അക്കൗണ്ട് ഈക്വേഷൻ അല്ലേ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ക്യാഷ് ബുക്ക് അതിനേക്കാളും വളരെ ഈസിയാണ് നമ്മളെ സംബന്ധിച്ച് പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് ഡേ ബുക്ക്. ഇനി നമുക്ക് രണ്ട് ബുക്കും കൂടെ ഉണ്ട്, പർച്ചേസ് റിട്ടേൺ ബുക്ക്. അപ്പോൾ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ അടുത്തത് നോക്കണം, പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ. അപ്പോൾ പർച്ചേസ് റിട്ടേൺ നമുക്കറിയാമല്ലോ, നമ്മൾ സാധനം വാങ്ങിയത് തിരിച്ചു കൊടുക്കുക. അപ്പോൾ സപ്ലൈസിന് നമ്മൾ വാങ്ങിയ സാധനം എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ തിരികെ കൊടുക്കുന്നതിന് പർച്ചേസ് റിട്ടേൺ. അവിടെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ഫർണിച്ചർ, ഒരു അസറ്റ് മേടിച്ചു, റിട്ടേൺ ചെയ്തു, അത് നമ്മൾ ഡേ ബുക്ക് ഈ പർച്ചേസ് റിട്ടേൺ ബുക്കിൽ എഴുതൂല. ഇവിടെയും റിട്ടേൺ ഓഫ് ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ പർച്ചേസ് റിട്ടേൺ ബുക്കിനകത്ത് എഴുതുള്ളൂ. അതുപോലെ ഇവിടെ നമ്മുടെ സോഴ്സ് ഓഫ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ എഴുതുന്ന സോഴ്സ് ഓഫ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഈ സാധനം നമ്മൾ വാങ്ങി തിരികെ കൊടുക്കുമ്പം നമ്മളൊരു ഇത് നോട്ട് ഇഷ്യൂ, ഡെബിറ്റ് നോട്ട്. അപ്പോൾ ഈ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എമൗണ്ട് ഇത്രയും രൂപ നമുക്ക് പർച്ചേസ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ക്രെഡിറ്റ് കിടക്കും. അപ്പോൾ നമ്മൾ അടുത്ത സാധനം മേടിക്കുമ്പോൾ ഈ ഡെബിറ്റ് നോട്ട് ഇതിൻ്റെ എമൗണ്ട് കുറച്ചിട്ട് ബാക്കി ക്യാഷ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുന്നതിന് ഡെബിറ്റ് നോട്ട്. അപ്പോൾ ഡെബിറ്റ് നോട്ടിനാണ് ഇവിടുത്തെ സോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നെറ്റ് എമൗണ്ട്, നമ്മളിപ്പോൾ സാധനം വാങ്ങുമ്പോൾ അവർ ട്രേഡ് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള നെറ്റ് എമൗണ്ട് എത്രയാണോ അവർ വാങ്ങിയ വില, ആ വിലയ്ക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവർക്ക് റിവേഴ്സൽ വരുമ്പോഴേ എൻട്രി ചെയ്യണം. ക്ലിയർ ആയല്ലോ. പർച്ചേസ് റിട്ടേൺ ബുക്ക്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫോർമാറ്റും ആൾമോസ്റ്റ് സെയിം തന്നെ. ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് പർച്ചേസ് റിട്ടേൺ ബുക്കിൻ്റെ ഒരു എക്സാമ്പിൾ. ഇവിടെയും റിട്ടേൺ ബുക്കിൻ്റെ ഫോർമാറ്റ് എല്ലാം സെയിം തന്നെ. ഡേറ്റ്, ഇൻവോയ്സ് നമ്പറിന് പകരം നമ്മളിവിടെ ഡെബിറ്റ് നോട്ട് നമ്പർ, സപ്ലൈസ് നെയിം. ഓക്കെ, പർച്ചേസ് ഡേ ബുക്കാണ്, ഇപ്പോൾ സപ്ലയർ ആണ്. എമൗണ്ട് 2 കോളം കൊടുക്കുക, ഇന്നർ കോളം ഔട്ടർ കോളം ഇട്ടേക്കുന്ന പാർട്ടിയുടെ ഒന്നിൽ കൂടുതൽ ഐറ്റമൊക്കെ നമ്മൾ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ച് കൂട്ടി എഴുതാൻ വേണ്ടിയാണ് ഇന്നർ കോളത്തിൽ പ്രൊവിഷൻ ഇട്ടേക്കുന്നത്. ക്ലിയർ ആയല്ലോ. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുമ്പോൾ April 5th ഗുഡ്സ് റിട്ടേൺ ടു റോയ് ഇലക്ട്രിക്കൽസ്. അപ്പോൾ നമ്മൾ ആ ഡേറ്റ് എഴുതുക. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിടത്ത് റോയ് ഇലക്ട്രിക്കൽസ് ഹെഡിങ് എഴുതുക. റോയ് ഇലക്ട്രിക്കൽസിൻ്റെ ഹെഡിങ് എഴുതിയിട്ട് റോയ് ഇലക്ട്രിക്കൽസ് അയാൾ എന്തൊക്കെ സാധനമാണ് തിരികെ കൊടുത്തത് നമ്മളിവിടെ എഴുതുക. സാധനം എന്തൊക്കെ സാധനം ഇവിടെ 2 കെയ്ത്താൻ ഫാൻ, 5 ട്യൂബ് ലൈറ്റ് തിരിച്ചു കൊടുത്തു അല്ലേ. 2 കെയ്ത്താൻ ഫാൻ നമുക്ക് 4 ട്യൂബ് ലൈറ്റ് തിരിച്ചു കൊടുത്തു. അപ്പോൾ രണ്ടും കൂടെ കൂട്ടി 3100. അപ്പോൾ നമ്മൾ സാധനം തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊരു ഡെബിറ്റ് നോട്ടും കൂടി ഇഷ്യൂ ചെയ്യും സാധാരണ പാർട്ടിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്ര എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് കിട്ടും പാർട്ടിക്ക്. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഇത് കഴിച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി. അതുപോലെ അടുത്ത നമ്മൾ രണ്ടാമത് ഇസ്മായിൽ ആൻഡ് സൺസിൻ്റെ നിന്ന് മേടിച്ചു, ഇസ്മായിൽ സൺസിന് തിരിച്ചു കൊടുത്തു. അതുപോലെ ഇസ്മായിൽ സൺസ് എൻ്റെ പേര് എഴുതുക. ഇസ്മായിൽ സൺസ് എഴുതിയിട്ട് നമ്മൾ എന്താണ് സാധനം ചെയ്യുന്നത്, എന്താണ് കൊടുക്കുന്നത് അത് എഴുതുക. 2 ഫിലിപ്സ് ഇലക്ട്രിക് ഫാൻ ബജാജ്. ഓക്കെ, 4600 ടോട്ടൽ. ക്ലിയർ ആയല്ലോ. എന്നിട്ട് ഇതും നമ്മൾ ഇപ്പം ലെഡ്ജർ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ആൾറെഡി പർച്ചേസ് ലെഡ്ജർ സപ്ലയറുടെ പേരൊക്കെ കാണും. ആ ബുക്കിൽ തന്നെ അവരുടെ അക്കൗണ്ടിൽ തന്നെ പോസ്റ്റ് ചെയ്യണം. അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ലെഡ്ജർ ഒന്നും വരയ്ക്കണ്ട. ആൾറെഡി വി ഡ്രോൺ ലെഡ്ജർ അക്കൗണ്ട് ഇൻ പർച്ചേസ് ഡേ ബുക്ക്. പർച്ചേസ് ഡേ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് ബോർഡ് ലെഡ്ജറിൽ നമ്മൾ ആൾറെഡി പാർട്ടിയുടെ അക്കൗണ്ട് കാണും. അപ്പോൾ അവരുടെ അക്കൗണ്ടിൽ തന്നെ നമ്മൾ നേരത്തെ വാങ്ങുമ്പോൾ ബൈ പർച്ചേസ് അല്ലേ,
ഇത് നമ്മൾ പർച്ചേസ് റിട്ടേൺ ആകുമ്പോഴും നമ്മൾ പോസ്റ്റിംഗ് ആലോചിക്കുക, ഒരു ജേണൽ എൻട്രി ആലോചിക്കുക. അപ്പോൾ ഗുഡ്സ് റിട്ടേൺ ടു റോയ് ഇലക്ട്രിക്കൽസ് എന്ന് പറയുമ്പോൾ അവിടെ എലിമെന്റ് ഗുഡ്സ് റോയ്, നമ്മൾ തിരിച്ച് അങ്ങോട്ട് കൊടുത്തു ഗുഡ്സ് ഗോസ് ഔട്ട്. അപ്പോൾ ഗുഡ്സിന്റെ സ്ഥാനത്ത് നമ്മൾ പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട് വേർഡ്സിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ റോയ് അക്കൗണ്ട് അറ്റ് ടു പർച്ചേസ് റിട്ടേൺ. അപ്പോൾ പാർട്ടിയുടെ അക്കൗണ്ടിലെല്ലാം ഡെബിറ്റ് സൈഡിൽ ടു പർച്ചേസ് റിട്ടേൺ എഴുതുക, എമൗണ്ട് എഴുതുക. ഇൻ ജനറൽ ലെഡ്ജറിൽ ആൾറെഡി നമുക്ക് അവിടെ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് വരയ്ക്കണം. പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് വരച്ചിട്ട് ക്രെഡിറ്റ് സൈഡിൽ ബൈ സൺട്രീസ്. അപ്പോൾ ജനറൽ ലെഡ്ജറിൽ നമ്മൾ പർച്ചേസ് സെയിൽസ്, പർച്ചേസ് റിട്ടേൺ പ്രത്യേക അക്കൗണ്ട് വരയ്ക്കണം, സെയിൽസ് റിട്ടേൺ പ്രത്യേക അക്കൗണ്ട് വരയ്ക്കണം. ബട്ട് സപ്ലയേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പർച്ചേസ് എഴുതാനും പർച്ചേസ് റിട്ടേൺ എഴുതാനും ഒക്കെ സപ്ലയർ ഒറ്റ അക്കൗണ്ട് മതി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രയൽ ബാലൻസ് കറക്റ്റാണ്. ഇനി അടുത്തത് സെയിൽസ് റിട്ടേൺ ബുക്ക്. സെയിൽസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്, റിട്ടേൺ ഇൻവേർഡ് ബുക്ക് എന്ന് പറയും. മറ്റേതാണെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ് ബുക്കാണ്. പർച്ചേസ് റിട്ടേൺ വേണമെങ്കിൽ നമുക്ക് ഇതിന് പേര് പറയാം റിട്ടേൺ ഔട്ട്വേർഡ് ബുക്സ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ്സ്. റിട്ടേൺ ഔട്ട്വേർഡ്സ് നമ്മൾ ഗുഡ്സ് തിരികെ അങ്ങോട്ട് കൊടുക്കുന്നു, വാങ്ങിയത് തിരികെ കൊടുക്കുന്നു, റിട്ടേൺ ഔട്ട്വേർഡ് ബുക്ക്. മറ്റേ സെയിൽസ് റിട്ടേൺ ആകുമ്പോൾ നമ്മൾ വിറ്റത് തിരിച്ചു വരികയാണ്, അതുകൊണ്ട് റിട്ടേൺ ഇൻവേർഡ് ബുക്ക് എന്ന് പറയും. ഓക്കെ, ഇവിടെയും ബാക്കി എല്ലാം സെയിം തന്നെയാണ്. റിട്ടേൺ സെയിൽസ് റിട്ടേൺ ഓഫ് ഗുഡ്സ് മാത്രമേ നമ്മൾ സെയിൽസ് റിട്ടേൺ ബുക്കിനകത്ത് എഴുതാവൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കസ്റ്റമർ നമുക്ക് സാധനം തിരികെ തരികയാണെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന നോട്ട് ക്രെഡിറ്റ് നോട്ടാണ്. നമ്മൾ വാങ്ങിയ സാധനം തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യും ഡെബിറ്റ് നോട്ട്. ഇവിടെ നമ്മൾ സാധനം വിറ്റ കസ്റ്റമർ തിരികെ തരാൻ നമ്മൾ ക്രെഡിറ്റ് നോട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് നോട്ട് കൊടുക്കുമ്പോൾ ആ ക്രെഡിറ്റ് നോട്ടിൻ്റെ റെഫറൻസ് ആണ് നമ്മളിവിടെ കോളത്തിൽ കൊടുക്കേണ്ടത്. ഈ കോളത്തിൽ വരുന്ന ചേഞ്ച്, ഇപ്പോൾ ഫോർമാറ്റിൽ വരുന്ന ആകെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് അതായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഡേറ്റ് ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് വരെ ക്രെഡിറ്റ് നോട്ട്. നമ്മൾ പർച്ചേസ് റിട്ടേണിൽ ഡെബിറ്റ് നോട്ടായിരുന്നു, ഇവിടെ ക്രെഡിറ്റ് നോട്ട്. പിന്നെ നെയിം പർട്ടിക്കുലേഴ്സോ ഇവിടെ കസ്റ്റമേഴ്സ് നെയിമോ എഴുതാം. പിന്നെ 2 എമൗണ്ട് വേണം. ഇവിടെയും എമൗണ്ടിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നെറ്റ് എമൗണ്ട് എടുക്കാവും. നമ്മൾ ക്വാണ്ടിറ്റി എന്തെങ്കിലും ഈ ട്രേഡ് ഡിസ്കൗണ്ടോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന് സാധനം വിറ്റിട്ടുണ്ടെങ്കിൽ ഓക്കെ, ക്രെഡിറ്റ് നോട്ട്. ഇവിടെ നമുക്ക് ക്രെഡിറ്റ് നോട്ടാണ്. ക്രെഡിറ്റ് നോട്ട് കണ്ടെയ്ൻ ഇതിനകത്ത് ഞാൻ പറഞ്ഞേക്കുന്ന ആൾ സെയിൽസ് റിട്ടേൺ ഓഫ് ഗുഡ്സ് ആർ എൻറ്റേർഡ് ഇൻ സെയിൽസ് ഡേ ബുക്ക്. The source of document is credit note. A credit note will contain all the details of return of goods including quantity, rate, value, etc. and it is serially numbered. Okay, എല്ലാം നമ്മൾ കംപ്ലീറ്റ് കൺട്രോൾ ആയിരിക്കും, സീരിയൽ നമ്പർ ആയിരിക്കും ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ സെയിൽസ് റിട്ടേൺ. അപ്പോൾ നമ്മൾ സെയിൽസ് റിട്ടേൺ ബുക്ക് എഴുതുമ്പോൾ ഫോർമാറ്റ് ഞാൻ പറഞ്ഞല്ലോ ക്രെഡിറ്റ് സെയിൽസ്, ഈ ഇൻവോയ്സ് കോളത്തിൽ ക്രെഡിറ്റ് നോട്ട് നമ്പറാണ്, അത് മാത്രമേ ചേഞ്ച് ഉള്ളൂ, വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ റോയ് ഇലക്ട്രോണിക്സ് പേര് എഴുതുക, എന്തൊക്കെ സാധനം തിരികെ തന്നു എല്ലാം കൂട്ടി എഴുതുക. അതുപോലെ മോഹൻ ഇലക്ട്രിക്കൽസ്, അയാൾ എന്തൊക്കെ സാധനം തന്നു തിരികെ തന്നു. ശ്രീറാം ഇലക്ട്രിക്കൽ, അപ്പോൾ നമ്മൾ ശ്രീറാം ഇലക്ട്രിക്കൽ വിറ്റ സമയത്ത് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് തരുമ്പോഴും നമ്മൾ ആ ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള എമൗണ്ട് അക്കൗണ്ട് ചെയ്യാം. ഓക്കെ, ഡിസ്കൗണ്ട് കുറച്ചുള്ള എമൗണ്ട് ഇവിടെ അക്കൗണ്ട് ചെയ്യാം, ഇത് ടോട്ടൽ ചെയ്യാം. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇൻ സെയിൽസ് ലെഡ്ജർ ആൾറെഡി പാർട്ടീസ് ആർ ദയർ അല്ലേ. നമ്മളിപ്പോൾ സാധനം വിറ്റ പാർട്ടിയാണ് നമുക്ക് തിരിച്ചു തരുന്നത്, അപ്പം നമ്മുടെ ആൾറെഡി അവരുടെ ലെഡ്ജർ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ സെയിം അക്കൗണ്ടിൻ്റെ തന്നെ നമ്മൾ വിറ്റപ്പോൾ പാർട്ടിയുടെ അക്കൗണ്ടിലെല്ലാം ഡെബിറ്റ് സൈഡിൽ ടു സെയിൽസ് എഴുതിയിട്ടുണ്ടാകും. ആ ബുക്കിൽ തന്നെ ഇപ്പം നമ്മൾ എന്ത് എഴുതും, ബൈ സെയിൽസ് റിട്ടേൺ. പാർട്ടിയുടെ അക്കൗണ്ടിലെല്ലാം ബൈ സെയിൽസ് റിട്ടേൺ, ബിക്കോസ് ജേണൽ എൻട്രി ഗുഡ്സ് നമുക്ക് തിരികെ വന്നു, ഗുഡ്സ് കംസ് ഇൻ വരെ നമ്മൾ സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ചെയ്യും. ഗുഡ്സ് അല്ലേ, സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ചെയ്യും, പാർട്ടി ഈസ് ദ ഗിവർ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഗുഡ്സ് റിട്ടേൺഡ് ബൈ റോയ് എന്ന് പറയണമെങ്കിൽ ഗുഡ്സ് റിട്ടേൺഡ് ബൈ റോയ് ഇലക്ട്രിക്കൽസ് എന്ന് പറയുമ്പോൾ നമ്മളെ ജേണൽ എൻട്രി സെയിൽസ് റിട്ടേൺ അക്കൗണ്ടന്റ് ടു റോയ് ഇലക്ട്രിക്കൽസ്. അതാണ് നമ്മൾ റോയ് ഇലക്ട്രിക്കൽസിൻ്റെ എല്ലാ ക്രെഡിറ്റ് സൈഡിൽ ബൈ സെയിൽസ് റിട്ടേൺ, ബൈ സെയിൽസ് റിട്ടേൺ 3 എഴുതുക. എന്നിട്ട് സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ടു സൺട്രീസ് ടോട്ടൽ എഴുതുക. ടോട്ടൽ നമ്മൾ പോസ്റ്റ് ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഈ പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ ബുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണക്ക്
നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇതിനകത്ത് ഗുഡ്സ്, പർച്ചേസ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ ഗുഡ്സ് മാത്രമേ നമ്മൾ ഈ പറഞ്ഞ സബ് ഡിവിഷൻസ് ഓഫ് ജേണലിൽ എഴുതുള്ളൂ. ക്ലിയർ ആയല്ലോ. ഇതിനകത്ത് ക്യാഷ് ട്രാൻസാക്ഷൻ വന്നാൽ ഏതൊരു കാരണവശാലും ഈ ഡേ ബുക്സിനകത്ത് എഴുതരുത്. ക്യാഷ് ട്രാൻസാക്ഷൻ വന്നാൽ നമ്മൾ ആദ്യം പഠിച്ച സബ് ഡിവിഷൻസ് ഓഫ് ജേണൽ, മെയിൻ സബ് ഡിവിഷൻ ഓഫ് ജേണൽ ക്യാഷ് ബുക്ക് പഠിച്ചു, ആ ക്യാഷ് ബുക്കിൽ എഴുതുള്ളൂ. ക്യാഷ് ട്രാൻസാക്ഷൻ എല്ലാം ക്യാഷ് ബുക്കിൽ എഴുതും. അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ്റെ ഗുഡ്സുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ഈ പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് ഡേ ബുക്ക് അല്ലേ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അപ്പോൾ ഞാൻ എൻ്റെ കംപ്ലീറ്റ് വീഡിയോയിൽ നമ്മളിപ്പോൾ ആദ്യം തൊട്ട് എടുക്കുകയാണ്. ഫസ്റ്റ് ജേണൽ എങ്ങനെ എഴുതാം, ആദ്യത്തെ വീഡിയോ ഇറങ്ങിയായിരുന്നു. രണ്ടാമത്തത് നമ്മൾ ലെഡ്ജർ, ആ ജേണലിൽ നമുക്ക് എങ്ങനെ ലെഡ്ജർ പോസ്റ്റ് ചെയ്യാം, ലെഡ്ജർ എങ്ങനെ ബാലൻസ് ചെയ്യാം, അതിൽ നിന്ന് ട്രയൽ ബാലൻസ് എടുക്കാം എന്നുള്ള നമ്മൾ രണ്ടാമത്തെ വീഡിയോ ഇറങ്ങിയിരുന്നു. അടുത്ത മൂന്നാമത്തേൽ നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മുടെ ടെക്സ്റ്റിലുള്ള 2 മോഡൽ, എങ്ങനെയാണ് ഓരോ ട്രാൻസാക്ഷൻ നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി ആവുന്നത്, അതിൻ്റെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് വിട്ടത് നമ്മൾ സബ് ഡിവിഷൻസ് ജേണലിലെ മെയിൻ സബ് ഡിവിഷനായ ക്യാഷ് ബുക്കിൻ്റെ 3 ഓപ്ഷൻ, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്ക്, 2 കോളം ക്യാഷ് ബുക്ക്, ദെൻ 3 കോളം ക്യാഷ് ബുക്കിൻ്റെ വീഡിയോ കഴിഞ്ഞു. ഇപ്പോൾ ഇതിൽ നമ്മൾ പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് ഡേ ബുക്ക്. ഇനി നമുക്കുള്ള ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഇറക്കുന്നുണ്ട്, പെറ്റി ക്യാഷ് ബുക്ക്. അതും വളരെ ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അത്രയും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഏരിയ കവർ. ക്ലിയർ ആയല്ലോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, ബൈ.